വയനാട് ജില്ലയിൽ റെഡ് അലർട്ടാണ്. മഴയെ നേരിടാൻ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയതായി ജില്ലാ കളക്ടർ DR മേഘശ്രീ 24 പറഞ്ഞു. ആളുകൾക്ക് മുണ്ടക്കൈ ചുള്ളുമല ദുരന്ത പശ്ചാത്തലത്തിൽ ആശങ്കയുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് മാർച്ച് മാസത്തിൽ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തിയത്. അതിതീവ്ര മഴ പെയ്താൽ കൃത്യമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. സുർജിത്ത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ടിലേക്ക്. മഴ കനക്കാൻ വേണ്ടി പോകുന്നു. റെഡ് അലേർട്ടാണ് വയനാട്ടിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ എല്ലാം തന്നെ ആശങ്കയുടെ പശ്ചാത്തലം കൂടി വയനാട്ടിലുണ്ട്. ജില്ലാ കളക്ടർ ഈ മഴയുടെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ നടത്തിയെന്ന് സംബന്ധിച്ച് വിശദീകരിക്കാൻ വേണ്ടി DR മേഘശ്രീ ജില്ലാ കളക്ടർ നമ്മോടൊപ്പം ചേരുകയാണ്. മാഡം, എന്തൊക്കെ നടപടികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? നമ്മൾ മോൺസൂണിൻ്റെ പ്രിപ്പയർനെസ് കുറേ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ലാസ്റ്റ് നമുക്കൊരു ദുരന്തം കൂടി അനുഭവിച്ച നാടായതുകൊണ്ട് കുറേ ആങ്സൈറ്റി ആൾക്കാരിനടുത്ത് ഉണ്ട്. നമ്മളും കുറേ നേരത്തെ നമ്മൾ മാർച്ച് മാസമായിരിക്കും നമ്മളെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ വർക്ക്ഷോപ്പ് നമ്മളും ജില്ലാതല എല്ലാ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നമ്മൾ നടത്തി. അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്ക്ഷോപ്സ് നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ നടത്തി. പിന്നെ നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നാക്സസിബിളും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയാസ്, അതിൻ്റെ ഒരു മാപ്പിംഗ്. അപ്പോൾ ഇൻ കേസ് നമുക്കൊരു ഹെവി റെയിൻഫോൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ തവണ യൂഷ്വലി നമ്മളെ റെയിൻ ഗേജസ് മാത്രമേ അല്ലാതെ ഇവിടെയുള്ള ഹ്യൂം സൊസൈറ്റി, MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള മറ്റു സിവിൽ സൊസൈറ്റീസിനെ കൂടെ നമ്മളൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കി. സോ ഇൻ കേസ് ദർ ഇസ് എ ഹെവി റെയിൻഫോൾ എവിടത്തേക്കാണ് നമ്മൾ ഇവാക്വേഷൻ ചെയ്യേണ്ടതും അതിൻ്റെ ക്യാമ്പ്സും അതിൻ്റെ സജ്ജീകരണം, ദെൻ അഗെയിൻ ഡേഞ്ചറസ്ലി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ട്രീസും, ദെൻ ഡേഞ്ചറസ്ലി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കേബിൾസും, സ്ട്രക്ചറൽ അൺഫിറ്റ് ആയിട്ടുള്ള വീടുകളും പിന്നെ ബിൽഡിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ദെൻ അഗെയിൻ മരങ്ങളും മുറിച്ച് മാറ്റുന്നതും, ദെൻ പോട്ട് ഹോൾസ് ഫിൽ ചെയ്യുന്നതും, ഇങ്ങനെ കുറേ നേരത്തെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഈ തവണ ചെയ്തിട്ടുണ്ട്. ആർക്കും പേടിക്കുന്ന ആവശ്യമൊന്നുമില്ല. ദെൻ അഗെയിൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്ലബ്സ് ഉണ്ട് നമുക്ക് സ്കൂളിലെ. സോ അതും കൂടി നമ്മൾ ഈ തവണ നല്ല എഫക്റ്റീവായിട്ട് കുട്ടികൾക്കും നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ അഗെയിൻ നമ്മളെ മോക്ക് ഡ്രിൽസ് ഒക്കെ എല്ലാം നമ്മൾ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ദർ ഇസ് നോ നീഡ് ടു പാനിക്. നമ്മളെല്ലാവരും സജ്ജമായി ഇരിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിലുള്ളത് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമാണല്ലോ. ആ ദുരന്ത പശ്ചാത്തലത്തിൽ ഈ ആളുകളൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചൂരൽമലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സ്വീകരിക്കാൻ പോകുന്നൊരു നടപടി എന്താണ്? ഇനി ഡെബ്രിസിന്റെ ഒരു പ്രശ്നം നമുക്കുണ്ട്. അവിടെ പൊട്ടിയ സമയത്തിലുള്ള നല്ല ഒരു ഡെബ്രിസ് അവിടെ ഉണ്ട്. അത് താഴോട്ട് വരുവാണെങ്കിൽ ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കും. ദർ ഇസ് നോ വറി അറ്റ് ഓൾ. എന്തായാലും മാഡം വിശദീകരിച്ചത് ഇനി നമ്മൾ നടത്താൻ പോകുന്ന മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചാണ്. എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്നുള്ളത് തന്നെയാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.